നമ്മുടെ പരിപാടികൾ എല്ലാ വർഷവും വിജയിച്ചു വരണം. ഒരുപാട് കൂട്ടായ്മകളും അതോടൊപ്പം ടൂറുകളും പുസ്തക പ്രസാദനവും ഒക്കെയായി നമ്മൾ കലാസാഹിത്യ രംഗത്ത് നിറഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഈ 5ാമത്തെ വാർഷികം ഉദ്ഘാടനം ചെയ്തതായിട്ട് സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുന്നു. കലാസാഹിത്യ സംസ്കാര വേദിയുടെ ഉദ്ദേശം എന്താണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും നിങ്ങളെപ്പോലുള്ള ഒത്തിരി ആൾക്കാർ എന്നിലേക്ക് വരുന്നുണ്ട്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും കഥ സ്ക്രിപ്റ്റ് ഇതൊക്കെ ആയിട്ട് എന്നൊക്കെ വരുന്നവരുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ചെയ്യാനിടവരുടെ സാംസ്കാരിക വേദികളിൽ കലാവസന്തം 2024 ഈ ഒരു പ്രൗഢഗംഭീരമായ വേദിയിൽ ക്ഷണിച്ചതിലേറെ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ എനിക്ക് ഏറെ സന്തോഷവും ആഹ്ലാദവും തരുന്നുണ്ടെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഒരുപാട് മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാനുള്ള വേദികൾ വളരെ കുറഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ പേര് വിജയരാജമല്ലിക എന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവിയാണ്. തേന്മണിയല്ലോ തേന്മണി, ആതുരയാമന്റെ നീർമണി കണ്ടു കാലം നൽകിയ പൊൻകഴിനി, നന്മയും തിന്മയും വേർതിരിക്കണം, കള്ളികൾക്കപ്പുറം നീ വളരണം, പൊരുളിന്റെ പ്രതിബിംബമാകണം, നീ നീയായി തന്നെ നിറയണം, മകനല്ല മകളല്ല മാറിവില്ലേ, മാറോട് ചേർക്കുന്നു ഞാൻ നിന്നെ, നൽകുന്നു നിറുകയിലൊരുമ, ജന്മസാഫല്യത്തിൽ 100 ഉമ്മ, തളരല്ലേ തഴയ്ക്കട്ടെ നിന്റെ സ്വപ്നങ്ങൾ, താങ്ങായി മാറട്ടെ നിന്റെ ജന്മം, ശാപമല്ല പാപമല്ല ഓമനെ നീ, എന്റെ ജീവിതത്തിൽ വന്നുദിച്ച ഭാഗ്യകാലം ആദ്യകാലം നീ. ഇങ്ങനെയാണ് ആ കവിത. അതായത് ഇന്റർസെക്സ് വിഭാഗത്തിലെ ആണും പെണ്ണും അല്ലാതെ ജനിക്കുന്ന, ട്രാൻസ്ജെൻഡറിനെ പറ്റിയല്ല പറഞ്ഞത്, ആണും പെണ്ണും അല്ലാതെ ജനിക്കുന്ന ഇന്റർസെക്സ് വിഭാഗത്തിലെ 41 തരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും സ്വാഭാവികമായി കാണുന്ന ഒരേ ശരീരത്തിൽ മിശ്രലിംഗമുള്ള ധാരാളം കുട്ടികളുണ്ട്. അവരെയൊക്കെ എന്താണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവരെ തോട്ടിലും കാട്ടിലും ഒക്കെ വലിച്ചെറിയുന്ന അമ്മമാരാണുള്ളത്. അത്തരം കുട്ടികൾക്ക് വേണ്ടി എഴുതിയ താരാട്ടുപാട്ടാണിത്. ഒരിക്കൽ കൂടി ഈ നിർമ്മാല്യയുടെ പരിപാടിയിലേക്ക് മുഖ്യാതിഥിയെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാഹിത്യ പ്രതിഭകൾക്കും 1000 അഭിവാദ്യങ്ങൾ നേരുന്നു. അജിത ഗോപിനാഥന് തന്റെ നേട്ടങ്ങൾക്കുള്ള ശ്രേഷ്ഠ കലാസാഹിത്യ അംഗീകാര പത്രികയാണിത്. കലാസാഹിത്യത്തിനോടൊപ്പം അടുത്തത് ജയേഷ് പണിക്കർ സാഹിത്യ പുരസ്കാരം നൽകി ആദരിക്കുവാൻ സാംസ്കാരിക വേദി ശ്രേഷ്ഠ കലാ സാഹിത്യ വൈഭവ പുരസ്കാരത്തിന് അർഹയായ ജെസി ചാക്കോയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിനായി പുതിയ കമ്മിറ്റിയുടെ പ്രസിഡന്റായി വരുന്നത് സെക്രട്ടറി ആൻഡ് ചീഫ് അഡ്മിൻ വത്സല നിലമ്പൂർ, ജോയിന്റ് സെക്രട്ടറി ഹരി കെ പുരക്കൽ, ട്രഷറർ ജെസി ചാക്കോ, അസിസ്റ്റന്റ് രവീന്ദ്രനാഥ് പെരിന്തൽമണ്ണ, അംഗങ്ങൾ വിനോദ് മഞ്ചേരി, വിജി വട്ടപ്പാറ, കൈലാസനാഥൻ, ഡോക്ടർ സജിത ജാസ്മിൻ. ഈ ഒരു സാംസ്കാരിക വേദി ഞങ്ങളെ സഹായിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. കടന്നുവന്ന എല്ലാ പ്രിയമുള്ളവരെയും, പുരസ്കാരം നൽകിയ, പുരസ്കാരം വാങ്ങിയ എല്ലാ പ്രിയമുള്ളവരെയും ഒരിക്കൽ കൂടി സർവേശ്വരന്റെ നാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം.
ഇങ്ങനൊരു അവാർഡ് തന്നത് വളരെയധികം സ്നേഹവും നന്ദിയും എല്ലാവർക്കും അറിയുന്നു. ഇത്രയും നല്ല ഒരു എല്ലാവർക്കും പ്രോത്സാഹനം തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പുതുതായി വരുന്നവർക്കും പഴയ ആൾക്കാർക്കും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള വേദിയിൽ എന്നെ വരാൻ സാധിച്ച് വളരെയധികം സന്തോഷവും. താങ്ക് യു. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വിജയരാജമല്ലിക പോലുള്ള ഒരു അതിഥിയെ ഇന്നത്തെ ഒരു വേദിയെ സമ്പന്നമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ